സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. മാങ്ങയുടെ കാലമായതുകൊണ്ട് നമുക്കിന്ന് മാങ്ങയുടെ ജാം ഉണ്ടാക്കാം. അത് എങ്ങനെ എന്ന് നോക്കാം. നല്ല മധുരമുള്ള മാങ്ങയാണ് വേണ്ടത്. അപ്പോൾ പഞ്ചസാര കുറവ് ഉപയോഗിച്ചാൽ മതിയാകും. മാങ്ങ നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുത്ത് നാരുണ്ടെങ്കിൽ അരിച്ചെടുക്കണം. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര ഇതിലേക്ക് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 1 കൊല്ലം വരെ കേടുവരില്ല. രണ്ട് കഷ്ണം കറുവപ്പട്ട ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല സ്വാദായിരിക്കും. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. കൈയെടുക്കാതെ ഇളക്കുന്നതാണ് നല്ലത്. നല്ലപോലെ തിളച്ച് വരുമ്പോൾ കയ്യിൽ പൊട്ടിത്തെറിക്കാതെ നോക്കണം. പുറത്തുനിന്ന് ജാമ് വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നല്ലതാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ പ്രിസർവേറ്റീവ് ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് എടുത്തും ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. ഇത് ഇളക്കാൻ കുറച്ച് പണിയുണ്ട്. അടിയിൽ പിടിക്കാതെ നോക്കണം. ഓരോ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ഇങ്ങനെ ഓരോ വിധത്തിൽ ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ഓരോന്നുണ്ടാക്കുമ്പോൾ ധൈര്യപൂർവ്വം വീട്ടുകാർക്ക് എടുത്തു കൊടുക്കാം. ചക്ക ഹലുവ ചിലർ 2 കൊല്ലം വരെ ഉണ്ടാക്കി സൂക്ഷിക്കാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് ബ്രെഡിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഒന്ന് ഇത് ഉണ്ടാക്കി വെക്കണം. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ വലിയ വിലയും കൊടുക്കേണ്ടി വരും. പണവും ലാഭം, ശരീരത്തിനും നല്ലത്.
ഇതിലിട്ട കറുവപ്പട്ട കുറച്ച് സമയം ഇളക്കിയ ശേഷം എടുത്തു മാറ്റാം. ഇത് നാടൻ മാങ്ങ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അധിക നേരം കുറുക്കരുത്, അപ്പോൾ ജാമിൻ്റെ പാകം കടന്നുപോകും. ഈ രീതിയിൽ ആയിക്കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ചൂടോടുകൂടി കുപ്പിയിലിട്ട് വെച്ച് ചൂട് പോയി കഴിഞ്ഞാൽ മൂടിയിട്ട് വെക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.